ഇതൊക്കെ വീഡിയോ കാണുമ്പോൾ അറിയായിരിക്കും എന്തിനായിരിക്കും പറയേണ്ട കാര്യമില്ല. ബോട്ട് എല്ലാവരെയും കാണുമ്പോൾ അറിയാം, ഒരു പ്രീമിയം ബ്രാൻഡ്. ഇപ്പം ഹെഡ്ഫോൺ ആയാലും സ്പീക്കർ ആയാലും ഒരുപാട് വാച്ചസ് തന്നെ ഒരുപാടുണ്ട്. അപ്പം നമുക്ക് ക്ലിയർ ആണെന്ന് വെച്ചാൽ വന്നത് എന്തിനാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്യണം. അത് തുറക്കാനായിട്ട് നമുക്ക് കപ്പിയുടെ ആവശ്യം. ലൈഫ് നമ്മൾ ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്യാം. നമ്മൾ അൺബോക്സ് ചെയ്യും നമ്മളെ ബോട്ട്. നമുക്ക് ഈ പറ്റിയത് അങ്ങനെ ബോട്ടിൻ്റെ എയർ ബോക്സ് ആണ് നമുക്ക് വന്നിരിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിലായിട്ട് വെച്ചാൽ അൺബോക്സ് ചെയ്യണം. ഫസ്റ്റ് ഇതിൻ്റെ നമുക്ക് ഫീച്ചേഴ്സ് ഒന്ന് നോക്കാം. ജസ്റ്റ് ഒന്ന് ഫീച്ചേഴ്സ് നോക്കാം. ഇതിനകത്ത് ബ്ലൂടൂത്ത് 5.3, പിന്നെ IWE ടെക്നോളജി, പിന്നെ നമ്മൾ ബീസ് മോഡുണ്ട്. പിന്നെ ഉള്ളത് മറ്റേ സിഗ്നേച്ചർ സൗണ്ട്, പിന്നെ 1 ടച്ച് ചെയ്യുമ്പോൾ അസിസ്റ്റൻ്റ്. അത് സാധാരണ ഉള്ളത് തന്നെ. ബീസ് മോഡ് എനിക്ക് അതിനകത്ത് കണ്ടത് നമ്മൾ വേറെ ബോട്ടിൻ്റെ വീഡിയോ ചെയ്തു. അപ്പോൾ അതിനകത്തും ഈ ബീസ് മോഡ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഇപ്പം നമ്മൾ ബോട്ടിൻ്റെ ഒരു 2-3 വീഡിയോ ആയിക്കാം ഇതും കൂടെ ചേർത്ത്. അപ്പം നമുക്ക് ഇതൊന്ന് ഡീറ്റെയിലായിട്ട് അൺബോക്സ് ചെയ്യാം. പിന്നെ ഇതൊരു ബ്ലാക്ക് കളറാണ്. നമുക്ക് ഇതൊന്ന് പിന്നെ ഇതിലെ 32 dB ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബോട്ടിന്റെ ബ്രാൻഡിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ ലിസ്റ്റ് അൺബോക്സ് ചെയ്യാം. നമുക്ക് ഇനി ഇതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. അപ്പൊ നമ്മൾ അൺബോക്സ് ചെയ്യുമ്പോൾ നമ്മൾ ഇതായിരിക്കും ഒരു സാധനം ബോട്ട്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ഇതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന്. നമ്മൾ ബോട്ടിൻ്റെ ഹെഡ്ഫോണായിരിക്കും. ബോട്ടിൻ്റെ ഹെഡ്ഫോണാണ്. പിന്നെ ഉള്ളത് നമുക്ക് ഡീറ്റെയിലായിട്ട് നോക്കാം ഇതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ ഇതെൻ്റെ പേരും നാളും ജാതകമാണ് ഡീറ്റെയിൽസ്. പിന്നെ ഉള്ളത് മറ്റേ ഇയർ ബഡ്സ് ഉണ്ട്. പിന്നെ ഇത് ചാർജിങ് കേബിളായിരിക്കും. അപ്പോൾ നമുക്ക് ഈ 2 ബോക്സ് നമുക്ക് മാറ്റി വെച്ചു. നമുക്ക് ഓരോന്നായിട്ട് ഡീറ്റെയിലായിട്ട് ഇങ്ങോട്ട് പരിചയപ്പെടാം. ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ ചാർജിങ് കേബിളാണ്. ഒരു ബ്ലാക്ക് കളർ, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു ചെറിയ നീളമേ ഉള്ളൂ. സാധാരണ നമ്മൾ മറ്റേ നമ്മളെ മൊബൈൽ ചാർജ് ചെയ്യുന്ന ചെറിയ കേബിൾ. അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്, ബ്ലാക്ക് കളറാണ്. പിന്നെ ഉള്ളത് ബോട്ടിൻ്റെ ഈ ബഡ്സ്. ഇതെല്ലാവർക്കും അറിയാം. ജസ്റ്റ് ഒന്ന് കാണിക്കാൻ അതിനകത്ത് എന്തൊക്കെ ഉണ്ട്. ഇതിനകത്തിപ്പം ചെറുതുണ്ട്, വലുതുണ്ട്. ഏകദേശം എനിക്ക് തോന്നുന്നു 2 സൈസ് ഉണ്ട്. നമുക്ക് പിന്നെ അടുത്തതായിട്ടുള്ളത് എനിക്ക് ഈ ബോട്ടിനകത്ത് ഈ വരുന്ന സ്റ്റിക്കറുണ്ട്. അത് കൊള്ളാം. ഇതിനകത്ത് സ്റ്റിക്കറാണ് ഞാൻ കാണിക്കാം. ഈ വന്നിട്ടുള്ള സ്റ്റിക്കറെല്ലാം കൊള്ളാം. ബോട്ട് ഏതെങ്കിലും പ്രോഡക്റ്റ് വാങ്ങിച്ചപ്പോൾ സ്റ്റിക്കർ മാറി വരും. ഇതിൻ്റെ സ്റ്റിക്കറുകൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. നമുക്ക് ഇതിനകത്ത് വേണമെങ്കിൽ ഒട്ടിക്കാം. വേറെ എന്തെങ്കിലും ഇതിനകത്തൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒട്ടിച്ച് വയ്ക്കാം. അത് കണക്ക്. പിന്നെ ഉള്ളത് പിന്നെ ഇവിടെ ബോട്ട് ആമസോൺ പ്രൈം എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓരോ സിനിമയുടെ എന്തൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സിനിമയുടെയൊക്കെ എന്താ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിലൊരു ആമസോൺ പ്രൈമിൽ 150 രൂപ ഓഫ് എന്ന് പറയുന്നത്, മെമ്പർഷിപ്പ് എടുക്കുന്ന ഓഫ് എന്ന് പറയുന്നത് ചെറിയൊരു QR കോഡാണ്. ഇത് സ്കാൻ ചെയ്യുമ്പോൾ നമുക്ക് 150 രൂപ ഓഫ് കിട്ടുമായിരിക്കും. അതിനുള്ള ഒരു QR കോഡ് ഓഫ് കിട്ടുന്നത്. പിന്നെ ഈ ബോട്ടിൻ്റെ വാറണ്ടിയും മറ്റേ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ വാറണ്ടി ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ജസ്റ്റിൻ്റെ ഒരു QR ആണ്. പിന്നെ കോൺടാക്ട് നമ്പരും ബോട്ടിൻ്റെ വെബ്സൈറ്റും ഇമെയിൽ ID എല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട്. അവർക്ക് 1 year വാറണ്ടി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഉള്ളത് ഇതിൻ്റെ പേരും നാളും ജാതകവും തുടങ്ങിയ ഒരു വലിയൊരു ഇത്ര നീളമുണ്ട്. ഇത് പിന്നെ ഡീറ്റെയിൽസ് എന്താ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം ആവശ്യമില്ല. പിന്നെ എയർപോഡ്സ് 280 ANC എന്ന് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഇൻഫർമേഷനാണ്. പിന്നെ നമുക്ക് മെയിനായിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. ഇത് നമുക്ക് ജസ്റ്റ് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇതിൻ്റെ പരിപാടിയാണ്. ഇതായിരിക്കും നമ്മുടെ അത്യാവശ്യം. സാധാരണ ബോട്ടിന് ഒരുപാട് ഇതുണ്ട്. ചെറിയ ബോക്സ് ഉണ്ട്, വലിയ ബോക്സ് ഉണ്ട്. ഇതിപ്പോൾ അത്യാവശ്യം ഒരു വലിയ ബോക്സാണ്. നമുക്ക് നോക്കുകയും ചെയ്യാം.
ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും ഇതായിരിക്കുന്നു 2 ഇയർബഡ്സ്. അതായത് ഇനി പറയുന്നത് ഇയർ ഡ്രോപ്സ് എന്നാണ് പറയുന്നത്. ഇയർ ഡ്രോപ്സ് എന്ന് ആദ്യം പേര് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് രണ്ടും നോക്കാം. പിന്നെ ഇവിടെ പിന്നെ അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. മോഡൽ നമ്പരും ആണെങ്കിൽ ചെറിയ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബോട്ടിൻ്റെ ബ്രാൻഡിങ് ഉണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ചാർജ് ചെയ്യുന്നത് പോട്ടോ. ഇത് തുറന്നപ്പോഴേ ഉണ്ട് ഇവിടെ ലൈറ്റ് കത്തും. പിന്നെ നമുക്ക് അത്യാവശ്യം കറണ്ട് എവിടെയെങ്കിലും പോയാണെങ്കിൽ നമുക്ക് ഇതെവിടെ ഇരിക്കുന്നത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇതപ്പഴേ തുറന്ന് നമുക്ക് കാണാൻ പറ്റും. പിന്നെ നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ചെവിയിൽ വെച്ച് നോക്കാം ഗ്ലൂക്കോസ് എങ്ങനെയുണ്ടെന്ന്. ഗ്ലൂക്കോസ് നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഗ്ലൂക്കോസ് വെക്കുമ്പോൾ നമ്മൾ ചെവിക്കകത്ത് ഒതുങ്ങിയിരിക്കണം. പെട്ടെന്ന് നമ്മൾ ചെവിയിൽ നിന്നൊന്നും പോകത്തില്ല. പിന്നെ ഇതിൽ ലെഫ്റ്റും റൈറ്റും കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് വീഡിയോക്കകത്ത് കാണിച്ചിടാം. കാണാൻ പറ്റുന്നതാണ് ഇവിടെ ലെഫ്റ്റും റൈറ്റും എന്ന് കൊടുത്തിട്ടുണ്ട്. ഏത് പൊസിഷൻ എന്ന് അറിയാൻ വേണ്ടിയിട്ട് കാണാൻ പറ്റുന്നതെന്ന് അറിയത്തില്ല. പിന്നെ ഞങ്ങൾക്ക് രണ്ടിലും ബോട്ടിൻ്റെ ബ്രാൻഡിങ് വെള്ളാശത്തിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബോക്സ് കൊള്ളാച്ച് അത് ബോട്ടിൻ്റെ ഒരുപാടൊന്നുണ്ട്. അപ്പം ചെറിയ ബോക്സുമായിട്ട് വരുന്നുണ്ട്. ഇച്ചിരി അത്യാവശ്യം നീളം കൂടുതലാണ്. പിന്നെ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയാണ് ക്വാളിറ്റി എങ്ങനെയുള്ളത്. അത്യാവശ്യം നല്ല സൗണ്ട് ക്വാളിറ്റി ഉണ്ട്. എനിക്കിപ്പം അതിനെ കേൾക്കണമെങ്കിൽ പിന്നെ കേൾക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. അതുകൊണ്ടിട്ടാണ് കേൾക്കുക. അത്യാവശ്യം നല്ല സൗണ്ട് ക്വാളിറ്റിയും ചെവിക്കകത്ത് ഒതുങ്ങിയിട്ടുണ്ട്. ഇതാണ് നമ്മളെ ഇന്നത്തെ ചെറിയ വീഡിയോ. പിന്നെ ബോട്ടിൻ്റെ വേറെ പ്രോഡക്റ്റുകളുടെ വീഡിയോ നമ്മളെ യൂട്യൂബ് ചാനൽ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു കിടിലം വീഡിയോ വീണ്ടും